കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പുണ്യസങ്കേതങ്ങളിലൊന്നാണ് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തിയെ അമ്മേ നാരായണ എന്ന മന്ത്രത്തോടെയാണ് ഭക്തർ ഇവിടെ ഭജിക്കുന്നത്. ഒരേ പ്രതിഷ്ഠയെ തന്നെ പ്രഭാതത്തിൽ മഹാസരസ്വതിയായും, മധ്യാഹ്നത്തിൽ മഹാലക്ഷ്മിയായും, സായാഹ്നത്തിൽ മഹാകാളിയായും ആരാധിക്കുന്നു എന്നത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം സവിശേഷതയാണ്. പ്രകൃതിയാ രൂപപ്പെട്ട ഒരു ശിലയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇതിനടുത്ത് തന്നെ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യവുമുണ്ട്. ഈ ലക്ഷ്മീനാരായണ സങ്കല്പമാണ് ക്ഷേത്രത്തിൻ്റെ ആത്മീയ ചൈതന്യം. വില്വമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി ഐതിഹ്യം. അത്ഭുതകരമായ രോഗശാന്തിക്കും മാനസിക പ്രയാസങ്ങളിൽ നിന്നുമുള്ള മുക്തിക്കും ചോറ്റാനിക്കര അമ്മയുടെ ദർശനം ഉത്തമമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഇതിനായി മേൽക്കാവിലെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ തൊട്ടടുത്തുള്ള കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രവും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഭദ്രകാളി ഭാവത്തിലുള്ള കീഴ്ക്കാവിലമ്മ അതീവ ഉഗ്രമൂർത്തിയാണ്. ഇവിടെ ദിവസവും രാത്രി നടക്കുന്ന ഗുരുതി പൂജ ദർശിക്കുന്നത് എല്ലാവിധ ദുഷ്ടശക്തികളിൽ നിന്നും മോചനം നൽകും എന്നാണ് വിശ്വാസം. രോഗബാധിതരായ ആളുകൾ തങ്ങളുടെ പ്രയാസങ്ങൾ മാറി എന്ന് ഉറപ്പുവരുത്തുവാൻ കീഴ്ക്കാവിലെ മരത്തിൽ ആണിയടിച്ചു കയറ്റുന്ന ആചാരം ഇന്നും ഇവിടെ തുടർന്നു പോരുന്നു. കുംഭമാസത്തിൽ നടക്കുന്ന മകം തൊഴലാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷം. മകം നക്ഷത്രം ദിവസം ദേവിയെ സർവാഭരണ വിഭൂഷിതയായി ദർശിച്ചാൽ സ്ത്രീകൾക്ക് ദീർഘമംഗല്യവും അവിവാഹിതർക്ക് ഉത്തമയായ വിവാഹബന്ധവും ഉണ്ടാകും എന്നതാണ് വിശ്വാസം. ഇതുകൂടാതെ വൃശ്ചികത്തിലെ തൃക്കാർത്തികയും നവരാത്രിയും ഇവിടുത്തെ വലിയ രീതിയിൽ കൊണ്ടാടുന്നു.